ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിൽ ഞാൻ എൻ്റെ കസിൻസായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ജോഷു ആണ്. ജോഷു, ഹായ്. ഓക്കെ, നമ്മളിപ്പം അടുത്ത് പോകുന്ന അഗോഡ ഫോർട്ടിലേക്കാണ്. അപ്പോൾ അഗോഡ ഫോർട്ടിൻ്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. നമ്മുടെ കൂടെ നമ്മുടെ ജിൽചേട്ടനുണ്ട്. ജിൽചേട്ടാ എൻ്റെ ചാനൽ ഹായ് പറഞ്ഞേ. നമ്മുടെ അനീഷേട്ടായുണ്ട്. അനീഷേട്ട ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു അങ്കിളുണ്ട് കൂടെ, എസ്റ്റിബെങ്ങൾ. എൻ്റെ ചാനൽ ഹായ് പറഞ്ഞു. ഹായ്. ചെറിയ സിറ്റിയല്ലേ. ഗൈസ്, നമ്മളിപ്പോൾ അഗ്വാഡ ഫോർട്ട് വന്നിരിക്കുകയാണ്. അപ്പം ബാക്കി വ്യൂസൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പെർ ഹെഡ് 25 രൂപയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും അഗോഡ ഫോർട്ട് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ പനാജിയിൽ നിന്ന് ഏതാണ്ട് 16 കിലോമീറ്റർ ദൂരെയാണ് അഗോഡ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 16ാം നൂറ്റാണ്ടിൽ, അതായത് കറക്റ്റ് 1609 പോർച്ചുഗീസുകാർ പണിത കോട്ടയാണിത്. ഡച്ചുകാരെയും മറാഠിക്കാരെയും പ്രതിരോധിക്കാൻ വേണ്ടി പണിത കോട്ടയാണ്. അപ്പോൾ ഈ കോട്ടയ്ക്ക് 2 വശങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് കോട്ടയുടെ മുകളിലത്തെ വശമാണ്. ഇതല്ലാണ്ട് വേറൊരു ലോവർ ഡെക്ക് ഉണ്ട്. ലോവർ ഡെക്കിലാണ് ഇവരുടെ ഒരു സ്റ്റോറേജ് ടാങ്കൊക്കെ വരുന്നത്. അവർ ഇഷ്ടം പോലെ ശുദ്ധജലം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടാങ്കൊക്കെ ഉണ്ട്. കോട്ടകളുടെ നാടായ കണ്ണൂർ, തലശ്ശേരി, കാഞ്ഞങ്ങാട് തുടങ്ങിയ കോട്ടകളുടെ നാടുകളിൽ നിന്ന് വരുന്ന നമുക്ക് ഈ അഗോഡ ഫോർട്ട് ഒരു ഭയങ്കര കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, നമ്മളിൽ പലരും മുമ്പ് അഗോഡ ഫോർട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അറിയാത്ത പോയ വേറൊരു കാര്യമുണ്ട്. അതായത് അഗോഡ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം എന്നാണ്. അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ ഈ വഴി പോയിരുന്ന കപ്പലുകളിലൊക്കെ ശുദ്ധജലം ശേഖരിച്ചിരുന്ന ഈ കോട്ടയിൽ നിന്നായിരുന്നു. അഗോഡ കോട്ടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണ് ഉള്ളത്. അതായത് മുകളിലത്തെ ഭാഗം ജലം സംഭരിക്കുമ്പോൾ താഴത്തെ ഭാഗം കപ്പലുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു.
നിങ്ങൾ ഈ കാണുന്നതാണ് ഗോവയിലുള്ള ഫോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഏതാണ്ട് 18 ഫോർട്ട് ഉണ്ടെന്നാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ വാട്ടർ ടാങ്കാണ്. അതായത് 23 ലക്ഷം വെള്ളം സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ആ വാട്ടർ ടാങ്ക്. ഞാൻ പറഞ്ഞ വാട്ടർ ടാങ്ക് ഇതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 16ാം നൂറ്റാണ്ടിൽ 23,76,000 ഗാലൻസ് സൂക്ഷിക്കാൻ പറ്റിയൊരു വാട്ടർ ടാങ്കാണിത്. ഗൈസ്, നമ്മളിപ്പം അഗോഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ കസിൻ ജോഷുയോട് ചോദിച്ചു നോക്കാം. ജോഷു, എങ്ങനെയുണ്ട് അഗോഡ ഫോർട്ടിലെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നന്നായിട്ട് കണ്ടു, മൊത്തം എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ബേക്കൽ ഫോർട്ടിന്റെ അത്ര ഒരു ഭംഗിയോ വലിപ്പമോ ഒന്നും ഇല്ല. അത്ര ഒരു വലിപ്പമൊന്നും ഇല്ലല്ലേ? ചെറിയ ഫോട്ടോ അല്ലേ? ബേക്കൽ ഫോർട്ടാണ് നൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു ബൈ. ഹരിശ്രീ തോക്കിൻ കാഞ്ചിവലി ശിരം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വെച്ചോരങ്ക കളി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാ വന്നോരുക്കും നിന്നോരുക്കും പണ്ടേ ആവത്ത് കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനിനാടൻ കൊലമെല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനിനാടൻ കൊലമെല്ലുമിനാട്ടി. ഗൈസ്, നമ്മളിപ്പോൾ ബേക്കൽ